സാർ, യുദ്ധഭൂമിയിൽ നിന്ന് എന്റെ സ്നേഹിതൻ ഇനിയും തിരിച്ചെത്തിയില്ല. അവനെ അന്വേഷിക്കാൻ പോകാൻ എനിക്ക് അനുവാദം തരണം. സാധ്യമല്ല. ഇതിനോടകം കൊല്ലപ്പെടാൻ സാധ്യതയുള്ള അയാളെ അന്വേഷിച്ചു പോയി നിന്റെ ജീവനും കൂടെ അപായപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറ്റില്ല സാർ, എനിക്ക് എന്തായാലും പോയേ തീരൂ. എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം. അല്പസമയത്തിന് ശേഷം സുഹൃത്തിന്റെ മൃതശരീരവുമായി അയാൾ തിരിച്ചു വന്നു. സുഹൃത്തിനെ അന്വേഷിക്കുന്നതിനിടയിൽ ധാരാളം മുറിവുകളും ചതവുകളും അയാൾക്കും സംഭവിച്ചിരുന്നു. ഇതുകണ്ട് ഓഫീസർ അയാളോട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് തോന്നുന്നില്ലേ പോകേണ്ടിയിരുന്നില്ലെന്ന്? ഒരിക്കലുമില്ല സാർ. കാരണം ഞാൻ ചെല്ലുമ്പോൾ എന്റെ സുഹൃത്തിന് ജീവനുണ്ടായിരുന്നു. പാതി തുറന്ന മിഴികളോടെ അവൻ എന്നെ നോക്കി പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനുശേഷം സാവധാനത്തിൽ അവന്റെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. ഇതുപോലെ കൂടപ്പിറപ്പുകളല്ലാതെ എന്തിനും ഏതിനും നമ്മളെ കട്ടയ്ക്ക് ചേർത്ത് നിർത്തുന്ന നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കൃഷ്ണനെ കുചേലൻ എന്ന പോലെ, ക്രിസ്തുവിനെ യോഹന്നാൻ എന്ന പോലെ, മുഹമ്മദിനെ അബൂബക്കർ എന്ന പോലെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുമുണ്ടെങ്കിൽ നിങ്ങളും വളരെ ഭാഗ്യവാന്മാരാണ്. ബൈബിളിൽ വരെ പറഞ്ഞിട്ടില്ലേ, വിശ്വസ്തനായ സ്നേഹിതനെ കണ്ടെത്തുന്നവൻ നിധി കണ്ടെത്തുന്നതിന് തുല്യമാണെന്ന്. അപ്പൊ അത്രയ്ക്കുള്ളൂ. നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങളിവിടെ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം വിഷ് ചെയ്യുന്നു. ഞാൻ പറയാറുള്ള കാര്യം മറക്കണ്ട, ചുമ്മാ തങ്ങ് ചിരിച്ചോണം, ജീവിതം പൊളിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.